Good day all. Today we are going to discuss the previous year question. Each question carries 2 marks. Question number 17. Consider a die throwing experiment. Let A be the event of getting face mark 2 and B be the event that the number is less than or equal to 4. Check whether A and B are independent. ഓക്കെ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. എ ബി ദ ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഫേസ് 2, അതായത് എ എന്ന ഇവൻറ്റ് എന്താണ് 2 കിട്ടുക. ബി ബി ദ ഇവൻറ്റ് ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ബി ബി ദ ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, നമുക്കറിയാം രണ്ട് ഇവൻറ്റ്സ്. ഓക്കെ, എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്. എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ആണ്. എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്. ഈ സേർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ആർ സേർഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഈ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ആർ സേർഡ് ടു ബി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. എയും ബി രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇവിടെയാണെങ്കിൽ എന്താണ് എ ബി ദ ഇവൻറ്റ് എന്നാണ് ഗെറ്റിംഗ് ഫേസ് മാർക്ക് ഈസ് 2. അതായത് എ എന്ന ഇവൻറ്റ് എന്താണ് 2 കിട്ടുക. ഓക്കെ, അപ്പം ഇവിടെ എയുടെ സാമ്പിൾ സ്പേസ് എന്താണ്? എയുടെ സാമ്പിൾ സ്പേസ് എ എന്ന് പറയുന്നത് എന്താണ്? എക്ക് എന്ത് വരാം? 2 അല്ലേ? എ എന്ന ഇവൻറ്റിന് അവരുടെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? 2 ആണ്. ഓക്കെ, ഫേവറബിൾ ഔട്ട്കം 2. ബി എന്ന് പറയുന്ന ഇവൻറ്റ്, ഓക്കെ, ബി എന്ന ഇവൻറ്റ് എന്താണ്? ദ നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേ? ബി ദ ഇവൻറ്റ് ദാറ്റ് ദ നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പം ബി എന്ന ഇവൻറ്റ് എന്താണ്? നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ എന്തൊക്കെ വരാം? ഡൈ ആണ് ത്രോ ചെയ്യുന്നത്. അപ്പം ബി എന്ന ഇവൻറ്റ് എന്തൊക്കെ വരാം? ബി ഈസ് ഈക്വൽ ടു നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 4. ഓക്കെ, അടുത്തതാണെങ്കിൽ എ ഇൻറ്റർസെക്ഷൻ ബി എന്താണ്? എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും എന്താണ് കോമൺ ആയിട്ടുള്ള പോയിൻ്റ്. രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? അപ്പം സെറ്റ് 2. അപ്പം എ എന്താണ് 2 കിട്ടുക, അതാണ് എയുടെ ഇവൻറ്റ്. ബി എന്ന് പറയുന്നത് നമ്പർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എ ഇൻറ്റർസെക്ഷൻ ബി എന്നത് 2 ആണ്. ഓക്കെ, ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്താണ് നമുക്കറിയാം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈ ത്രോ ചെയ്യുകയാണ് അല്ലേ? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഡൈ ത്രോ ചെയ്യുകയാണ്. അതായത് 1 വരാം, 2 വരാം, 3 വരാം, 4, 5, 6. ഇതാണ് എന്ത്? സാമ്പിൾ സ്പേസ്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. സോ നമ്പർ ഫേവറബിൾ ഔട്ട്കംസ് എത്രയാണ്? ഫേവറബിൾ ഔട്ട്കംസ് 1 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം 6. ദാറ്റ് ഈസ് 1/6. ബി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 1, 2, 3 4 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 6. ഓക്കെ, എ ഇൻറ്റർസെക്ഷൻ ബിയുടെ 2 ആണ്. ദാറ്റ് ഈസ് 1/6. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇത് പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് ബി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 1/6 നീട്ടി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ദാറ്റ് ഈസ് പി ഓഫ് എ മീൻസ് 1/6 ഇൻറ്റു 4/6. ഓക്കെ, കട്ട് ചെയ്യുമ്പം 3, 2. ഓക്കെ, 2/18 ആണ് കിട്ടിയത്. സോ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കിട്ടിയത് 2/18. പി ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി എന്താണ്? 1/6 ആണ് കിട്ടിയത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും എന്തല്ല? ഇൻഡിപെൻഡൻറ്റ് അല്ല. ഓക്കെ.